ഇതൊരു നല്ല ടൈമിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ടൈമിൽ എനിക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ഇതിലെത്തിയ എല്ലാവരോടും പുള്ളി എന്താ പറയാ നന്ദി പ്രകാശിപ്പിച്ചു. പ്ലസ് പിന്നെ പറയുന്നത് ഇന്ന് അദ്ദേഹം 3 ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് 10th ഓഗസ്റ്റ് വരെ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് നമ്മുടെ കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ 3 കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ പ്രൊഡക്റ്റിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തത്, ഇതെങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം, അല്ലെ? നമുക്കിതെങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് വീണ്ടും ഇതെങ്ങനെ നമുക്ക് തുടർന്ന് ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ തുടർന്ന് എങ്ങനെ ചെയ്യും. അതായത് പറയില്ലേ, നമ്മളൊരു കണ്ടിന്യൂസ് പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് വീണ്ടും നിരന്തരമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആർക്കാണ് ആവശ്യമുള്ളത്, ഇത് ആർക്കാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്, ആരാണിത് കണ്ടിന്യൂസ്ലി നമ്മൾ പ്രയോഗിക്കേണ്ടത്? ഒന്നുകൂടി പറയാം. ഈ ഇദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങളിൽ ഈ പ്രൊഡക്റ്റ്, ഇതിന്റെ ആവശ്യക്കാർ ആരാണ്, ഇത് ആർക്കാണ് നമുക്ക് സെയിൽ അഥവാ വിൽക്കാൻ സാധിക്കുന്നത്, അടുത്തത് ഇത് കണ്ടിന്യൂസ്ലി പ്രയോഗിക്കേണ്ടത് ആരാണ്. ഓക്കെ, അങ്ങനെ ഈ കാര്യങ്ങളാണ് ഇന്ന് സാറ് നമുക്ക് വേണ്ടി പറഞ്ഞുതരാം. റൈറ്റ് സർ. और बहुत क्लियर है, ये 10,000 साल हो गए खेती को, फार्मर को 10,000 साल खेती कर रहा है। ये कोई नई बात नहीं है। खरीफ का सीजन आया, पहले रब्बी का गया, फिर खरीफ का जाएगा, रब्बी का आएगा, सिलसिला चलेगा। इस स्क्रीन के माध्यम से आपको समझना है कि जरूरत, सेल और निरंतरता का एक रास्ता। अभी पूरे हिंदुस्तान में नंबर 1 धान लगेगा, पैडी लगेगा, कपास लगेगा। मैं अगर कोई एक नाम लेता हूं, धान, कपास या सब्जी या कोई फल, मैं सिर्फ प्रतिनिधि के तौर पे 1-2 नाम ले रहा हूं। आपके एरिया में जितना भी फसल होता है तो ये सबके लिए एप्लीकेबल है। इसीलिए इस चीज को आपको समझना है, क्योंकि अभी जो धान लगेगा या जितनी भी एरिया में फसल लगेगा, ये 10 अगस्त तक, कॉमन सेंस की बात याद रखना, पानी यानी कि बारिश और वातावरण के अनुसार एक आधा महीना आगे पीछे होता है। तो इस खरीफ में होने वाली जितनी भी फसल है, तो ये मिनिमम 4-5 महीना चलने वाली है। और इस दरम्यान हमें पहले 2 महीने में क्या काम करना है, इस चीज को हमें समझना है। फिर सब्जी 12 महीने लगता है, आता है मार्केट में, फल फ्रूट 12 मंथ आता है। तो ये सिलसिला चलता रहेगा, ये चलेगा। लेकिन हमारा रोल क्या है, इसको हमें समझना है। हमारा रोल इतना है, हमारे पास एग्रीकल्चर डिवीजन के नंबर ऑफ 10 प्रोडक्ट है, लेकिन ये नंबर ऑफ 10 प्रोडक्ट में से आपको 10 अगस्त तक सिर्फ 2 प्रोडक्ट की जरूरत है। ओनली 2 प्रोडक्ट, ओनली 2 प्रोडक्ट्स। और एक उप प्रोडक्ट है गार्डन गोल्ड, और 2 प्रोडक्ट में से 1 नंबर हरित संजीवनी, 2nd नंबर सॉइल हेल्थ। 10 अगस्त तक इसकी वैल्यू है, उसकी जरूरत है, इसकी नीड है। ये हो गया जरूरत का टॉपिक, किसान का, फसल का, लैंड का। फिर इसके ऊपर हमें गौर से समझना है, यानी कि 10 के 10 काम आएंगे, लेकिन ये 2 महीने में, ये महीने 3 कहे, ये काम आएंगे, बाद के आगे बचे हुए प्रोडक्ट काम आएंगे। इसीलिए पहले अभी दिमाग में ये डाल लेना, 10 अगस्त तक मुझे ये 3 प्रोडक्ट पे काम करना है। कैसे, किस लिए, आगे समझेंगे। सर പറഞ്ഞത് നമ്മള് പിച്ച് റിസർച്ച്, ഓക്കെ, നമ്മൾ പറഞ്ഞത് 10,000 വർഷമായിട്ട് നമ്മൾ കർഷകരാണ് അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പല ടൈപ്പ് കൃഷി ഉണ്ടെങ്കിലും ഈ സീസണിൽ, അതായത് നമുക്ക് മൺസൂൺ സീസണാണ്, മഴ സമയത്തുള്ള കൃഷിയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. 3 പ്രോഡക്റ്റുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ
ബേസിക്കലി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഈ 2 മാസങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. അപ് ടു പറഞ്ഞല്ലോ നമ്മൾ ഓഗസ്റ്റ് 10th വരെയാണ് ഈ കാലയളവ് കണക്കാക്കുന്നത്. അവിടെ 3 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഒന്ന് ഹരിത സഞ്ജീവനി, രണ്ടാമത്തെ എന്താ പറയാ സോയിൽ ഹെൽത്ത് ആണ്, അടുത്തത് ഗാർഡൻ ഗോൾഡ്. ഈ പറഞ്ഞ ഹരിത സഞ്ജീവനിയെ സംബന്ധിച്ച് നമുക്ക് 10 പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും ഈ 3 പ്രോഡക്റ്റ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അത് വരും സമയങ്ങളിൽ ഇദ്ദേഹം എന്താ പറയാ നമുക്ക് ഇതിലൂടെ നമ്മുടെ പ്രസന്റേഷനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഓക്കെ സർ. तो ये 10 प्रोडक्ट में से हमें जो टॉपिक को चुनना है बहुत सिंपल है, ध्यान से सुनो. एक इंफॉर्मेशन देके हम सेल करते हैं, नो प्रॉब्लम, रिजल्ट आता है, लेकिन उसका एवरेज कम है. लेकिन आपको प्रोडक्ट की जरूरत दिखा के अभी सेल करना है. लिसन केयरफुली, जरूरत को दिखा के, मतलब बहुत सिंपल है. मैं मेरे दादाजी को 1000 का फोन इस्तेमाल करता था, 25,000 का देना चाहता था, लेकिन वो खर्चा नहीं करना चाहता था. तो उसको क्या किया, 10 दिन के लिए सिर्फ फ्री में दिया. यूट्यूब ओपन करे, मॉर्निंग में गॉड का भजन सॉन्ग, और दोपहर में हीरो हीरोइन का सॉन्ग, और बेटी को, बहू को, दामाद को पैसा भेजना 1000. तो उसको लगा ये तो मेरे काम की चीज है. और 1000 यूज करने वाला, 1000 का फोन यूज करने वाला 25,000 रुपया खर्चा किया. क्यों? क्योंकि उसको वैल्यू पता चला, जरूरत पता चली. सेम आपको, आपके किसान को, आपके फसल को, उसका जो दिमाग है 50 ईयर बैक उसने बहुत धोखा खाया है, इसलिए उसका ताल्लुकात उसके साथ कैलकुलेशन होता है. लेकिन अभी प्रेजेंट की जरूरत है ग्रीन रेवोल्यूशन की, यानी कि एवरग्रीन रेवोल्यूशन की, कि जमीन को भी जरूरत है, फसल की भी जरूरत है, और ये जरूरत आपको दिखाना है. क्यों? वाई? क्योंकि 50 साल से ऑर्गेनिक अपना रासायनिक खाद डाल के जमीन हार्ड हो गई है. एक पाउच से उसको सॉफ्ट करना है, ये पहली जरूरत है. फिर जड़ अच्छा होगा, फिर उत्पादन अच्छा होगा, ये वैल्यू है. और हर किसान ये चाहता है, क्या? अच्छी फसल लेना चाहता है, उत्पादन को बढ़ाना चाहता है, रासायनिक खर्चे को कम करना चाहता है, पेस्टिसाइड के खर्चे को कम करना चाहता है. सिर्फ आप जरूरत दिखाओ, और ये 10 अगस्त तक आपको लैंड की जरूरत दिखाना है. ये आपका मेन रोल है. ഇവിടെ പറഞ്ഞത് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പ്രൊഡക്റ്റിന് ഇൻഫർമേഷൻ കൊടുക്കാം. ഒരിക്കലും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ അത് കൃത്യമായിട്ട് ഒരാൾ വാങ്ങണമെന്ന്, അല്ലെങ്കിൽ അവിടെ സെയിൽ കംപ്ലീറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ആവശ്യം എന്താണെന്ന്, ഇതിന്റെ ആവശ്യകത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് നമ്മൾ യൂസ് ചെയ്താലുണ്ടെന്ന് ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ അവർ നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങും. അതിന് ഒരു സിമ്പിൾ ഉദാഹരണം സാർ പറഞ്ഞത്, ഒരാളിന്റെ ഇത് മുത്തശ്ശൻ ആൾ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് എത്രയാണ്, 1000 രൂപയുടെ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കൊണ്ട് കാണിച്ചത് കണ്ട, ഇത്ര നല്ല ഫോണാണ്, 25,000 രൂപ വില ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമില്ല, എന്റെ ഫോൺ എന്തിനാണ്, ഫോൺ യൂസ് ചെയ്യാൻ, നമ്പർ അടിക്കും, ഫോൺ യൂസ് ചെയ്യാൻ പറ്റും, 1000 രൂപയുടെ ഫോൺ ധാരാളമാണെന്ന്. എന്നാൽ കുറച്ച് ദിവസം വെറുതെ ട്രയലിനായിട്ട് ഒരു 25,000 രൂപയുടെ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്താ പറയാ, രാവിലെ അതിനകത്ത് ഭക്തിഗാനങ്ങള്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിച്ചു തുടങ്ങി, അതല്ലെങ്കിൽ നടീനടന്മാരുടെ സോങ്സ് അതിനകത്ത് വെച്ചു. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ തന്നെ മറ്റു മക്കൾക്ക് പൈസ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം, നമ്മൾ പറയില്ലേ ഗൂഗിൾ പേ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്ത് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പാട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഈ മൊബൈലിലൂടെ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യമുള്ളതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും 25,000 രൂപ മുടക്കി ഈ മൊബൈൽ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ പറയാൻ വന്നത്, ഏകദേശം ഒരു 50 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മണ്ണില് രാസവളങ്ങൾ ഉപയോഗിച്ച് മണ്ണിന്റെ അവസ്ഥ വ്യത്യാസം വന്നിരിക്കുക. ഇന്ന് മണ്ണ് നമ്മുടെ സോയിൽ എന്താ പറയാ, നമ്മുടെ കട്ടിയുള്ള സോയിലായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ പ്രയോഗിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു.
ഈ കാര്യം നമ്മൾ ഇതിന് മണ്ണിൽ കട്ടിപിടിച്ചതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നമെന്ന് നിങ്ങൾക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ അവർ നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിക്കും. റൈറ്റ് സർ. अभी आपको 10 अगस्त तक एक सॉइल हेल्थ मतलब हेल्दी सॉइल प्रोडक्ट के लिए मतलब उस लैंड के लिए हमें ट्रीटमेंट करना है. ये पहला रोल है हमारा 10 अगस्त तक. फिर ट्रीटमेंट लैंड पे होने के बाद उसके ऊपर बीज डाला जाएगा या कोई पौधा यानी कि रोपा क्रॉप छोटा वो लग जाएगा. ओनली 2 वे, सीड्स डाला जाता है या रोपा लगाया जाता है. फिर उसका हाइट बढ़ेगा, उसका ग्रोथ होगा, फिर हमारे प्रोडक्ट लगेंगे निरंतर. फिर जैसे ही पत्ता या उसका दूध भरना या फूल लगना, फिर बीमारी लग जाती है, फिर हमारी दवा लगेगी. फिर कीटक आते हैं, फिर हमारी दवा लगेगी. और फिर स्प्रेइंग होगा, फिर वाटर के लिए हमारी दवा लगेगी. तो ये प्रोसेस चलता रहेगा निरंतर. फिर खरीद जाएगा, फिर दूसरा फसल लगेगा, फिर ये सिलसिला चलेगा और ये प्रोसेस चलता रहेगा. इसी सबके लिए हमारे पास ट्रीटमेंट है. सिंपल इस डिस्प्ले से आपके समझ में आएगा. लिसन केयरफुली, बहुत शांति से सुनो. मैंने जो 3 प्रोडक्ट कहे थे. फर्स्ट, जैसा बच्चा जन्म लेता है अभ्रक कहा जाता है, फिर वो शिशु होता है, फिर वो यौवन होता है, फिर वो यूथ होता है, फिर वो बूढ़ा होता है. सेम प्रोसेस है. जब हमारा रोपा लगता है पौधशाला में, नर्सरी में, वहां कौन से प्रोडक्ट की जरूरत है? गार्डन गोल्ड. 10 फीट 10 फीट 10 फीट 100 स्क्वायर फीट के लिए 1 पाउच नर्सरी में. ये नर्सरी स्टेज के लिए हो गया. फिर सेकंड, जो धान मेन जगह पे लगेगा या कोई फसल लगेगा, वेजिटेबल लगेगा, फ्रूट्स लगेगा, वहां आपको प्रोडक्ट लगेगा हरित संजीवनी, स्टेज नंबर 1, 10 अगस्त तक. दूसरा सेकंड प्रोडक्ट सॉइल हेल्थ, 10 अगस्त तक ये प्रोडक्ट की जरूरत है. सॉइल हेल्थ, हरित संजीवनी का स्टेज नंबर 1 और गार्डन गोल्ड. स्पेशली शुगर कैन है तो श्योर शुगर. बस ये हो गया 10 अगस्त तक. सेकंड, 10 अगस्त के बाद हरित संजीवनी 2, 3, 4 पाउच और फ्रूट स्पेशल. क्यों? वाई? कोई डिले पहुंचा, लेट पहुंचा, 40 डेज के बाद पहुंचा, हरित संजीवनी नहीं दे सकते, फ्रूट स्पेशल दे सकते. फिर बाद में बीमारी डिसीज आएगा, डिफेंड और रैपिड दे सकते. यानी कि इस अवस्था से फसल जा रहा है. और बाद में वाटर हेल्थ के लिए, स्प्रेइंग के लिए स्प्रेमैक्स और मिलाप जरूरी है. तो ये पूरा निरंतरता से ये साइकिल चलेगा. हर यानी कि 10 प्रोडक्ट लगेंगे, लेकिन हर अवस्था में अलग अलग लगेंगे. अभी हमारी 10 अगस्त तक अवस्था है 3 प्रोडक्ट की. इसको हमें समझना है. कॉल भी आया, किसी का फोन आया एग्रीकल्चर के बारे में, 3 प्रोडक्ट बताना. किसी को खुद को बताना है, किसी को फोन करके 3 प्रोडक्ट बताना. बस ये आपकी समय की वैल्यू है, टाइम की वैल्यू है. इतना याद रखना. ये 10 अगस्त तक कंटिन्यू. ഓക്കെ സാർ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചെടിയുടെ അവസ്ഥകളെ കുറിച്ച് പറയുവാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഈ മാസം മുതൽ പലയിടങ്ങളിലും, അതായത് നമ്മുടെ സീസൺ അനുസരിച്ച്, ഇപ്പൊ മഴയാണ് തുടങ്ങുന്നത് അല്ലെ, മഴക്കാലമാണ്, ആൾറെഡി നമ്മൾ കൃഷി തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് അതിന്റെ വിവിധ സ്റ്റേജുകളാണ് അല്ലെ. മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ എന്താ പറയാ ബാല്യ, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് യൗവനത്തിലേക്ക് എത്തുന്നു, പിന്നെ അതിന് വാർദ്ധക്യ സ്റ്റേജിലേക്ക് എത്തുന്നു. അങ്ങനെ 4 സ്റ്റേജുകളിലൂടെ ചെടിയും കടന്നു പോവുകയാണ്. അപ്പോൾ ഈ 4 സ്റ്റേജുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ നമുക്ക് എന്താണ്, ആദ്യം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് മണ്ണ്, എന്താ പറയാ, ഹെൽത്തി ആയ മണ്ണ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ ബേസിക് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നഴ്സറി പ്രോഡക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിട്ട്
പറയുന്നത് ഗാർഡൻ ഗോൾഡ്. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടി നമുക്കറിയാം സോയിൽ അല്ലെ, നമ്മുടെ മണ്ണിന്റെ ഹെൽത്ത് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹരിത സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 പ്ലസ് സോയിൽ ഹെൽത്ത്, ഇത് രണ്ടുമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാ, ഇതിന്ന് നമുക്ക് എന്താ പറയാ ഒരു ഈൽഡ് കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജ് സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് അറിയാലോ, നമ്മൾ അതായത് യുവത്വമുള്ള അവസ്ഥയിൽ അവർക്ക് പ്ലാന്റിന്റെ ഹെൽത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ പ്ലാന്റിന്റെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കാം. ഹരിത സഞ്ജീവനിയുടെ സ്റ്റേജ് 2, 3, 4 ഈ സ്റ്റേജുകളാണ് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഒരു ചെറിയ ഗ്യാപ്പിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റാപ്പറ്റും ഡിഫൻഡും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതോടൊപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഈ സ്പ്രേമാക്സും മിലാപ്പും അതിന് എസെൻഷ്യലാണ്. അപ്പൊ പ്ലാന്റ് എന്താ പറയാ ഓരോ അവസ്ഥയിലൂടെ നീങ്ങി പോകുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ശരിയായ വിധം കൊടുക്കുകയാണെങ്കിൽ ശരിക്ക് നമുക്ക് പ്ലാന്റിനെ നന്നായി പരിപാലിക്കാൻ സാധിക്കും. ओके सर। यस, अभी मैं एक प्रतिनिधि के तौर पे धान का नाम लेता हूं, फिर आपके एरिया में जो भी फसल है उसको रिलेट कर लेना। हरित संजीवनी जो है, हरित संजीवनी जो है 1 एकड़ के लिए 750 ग्राम, आधा एकड़ के लिए 375 ग्राम, ये 250 फसल में चलता है। 250, जैसे धान दूध बनता है ऐसे टाइप की जितनी भी फसल है, फूल का फल बनता है उतनी भी फसल है, सब में मिनिमम 250 फसल पे ये चलता है, क्रॉप पे चलता है। और इसको सिंपल मैं ओनली 2 वे बताता हूं, जिसको ब्रैकेट किया स्टेज नंबर 1, ये ओनली सॉइल का ट्रीटमेंट है, यानी कि मिट्टी का स्वास्थ्य अच्छा बनाता है। लिसन केयरफुली, अगर गरीब किसान है जिसके पास पैसा कम है, खेती कम है, उसको सलाह सिर्फ इतना देना, ओनली हरित संजीवनी यूज करो। और सेकंड, दो बड़ा किसान है जिसके पास पैसा है, कैश क्रॉप वो लेता है, ऐसे किसान को बिल्कुल सलाह देना स्टेज नंबर 1 और सॉइल हेल्थ दोनों मिला के जमीन में डालना है। क्योंकि मैं कितना भी बताऊं, लिखा कितना भी है, फील्ड में फार्मर ग्राउंड में यही प्रैक्टिस करता है, इसीलिए इसको ध्यान से सुनो। गरीब के लिए ओनली स्टेज नंबर 1, और जिसका अच्छी स्थिति है, पैसा खर्चा कर सकता है, कैश क्रॉप है, वो स्टेज नंबर 1 और सॉइल हेल्थ मिक्स करके देगा, तो ये जमीन में काम करेगा। सेकंड, 2, 3, 4 तीनों को ब्रैकेट किया हुआ है। इसके रोल बहुत कुछ है, लेकिन मेन रोल, लिसन केयरफुली, मेन रोल पौधों को संतुलित भोजन मिला के देना, मतलब जमीन से अन्न उठा के क्रॉप को देना, ये इसका मेन रोल है। 2, 3, 4, और यही रोल का हमारा ट्रीटमेंट का पार्ट है, और इसके कारण ही पूरे चमत्कार होते हैं, 100% रिजल्ट आते हैं, क्योंकि ये मेन रोल है। यानी कि वेजिटेटिव ग्रोथ, फ्लावरिंग स्टेज और मैच्योरिटी स्टेज में, तीनों स्टेज में ये पौधों को जमीन से अन्न उठा के देता है और सूरज की रोशनी से अन्न बना के देता है, ये इसका मेन रोल है। इसको जरा ध्यान से सुनो, क्योंकि यही टॉपिक आपको ज्ञान देगा, यही टॉपिक आपको कॉन्फिडेंस देगा, क्योंकि ये आपका दिखता है, इसका ऑब्जर्वेशन होता है। ओके, पिछले साइड सर, पिछले साइड में ഓക്കെ, അതായത് ഹരിത സഞ്ജീവനിയുടെ നമുക്ക് അറിയാം 4 സ്റ്റേജ് ഉള്ളത്. 2 പാക്കറ്റ് അവൈലബിൾ ആണ്. ഒന്ന് 375 ഗ്രാമും, രണ്ടാമത്തെ 750 ഗ്രാമും. ഇത് 375 ഗ്രാം ഹാഫ് ഏക്കറിനും 750 ഗ്രാം നമുക്ക് 1 ഏക്കറിനുമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ്. ഇതിന്റെ ഇനി നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം 4 സ്റ്റേജിലാണ് വരുന്നത്. ഈ 4 സ്റ്റേജ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റേജ് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതും, 2, 3, 4 സ്റ്റേജുകൾ നമ്മളെ പ്ലാന്റിന്റെ ഹെൽത്തിന് സഹായിക്കുന്നതുമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വളരെ ലളിതമായ കൃഷിയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ കുറച്ച് എക്സ്പെൻസീവ് ഒന്നും പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു കാറാണെങ്കിൽ എന്താ പറയാ, മാരുതി കാറും അതിൽ യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ കൂടിയ മെസ്തുബുഷിയിലാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അല്ലെ?
ഏതിലാണ് യാത്ര എന്ന് വെച്ചാൽ നമ്മളെ മണ്ണിനെ ശരിയായ വിധം നന്നാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജിനൊപ്പം നമുക്ക് ഹരിതകൃഷിയുടെ സോയിൽ ഹെൽത്ത് കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മളെ മണ്ണിന്റെ എന്താ പറയാ ശേഷി അല്ലെങ്കിൽ മണ്ണ് നന്നായിട്ട് ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റാൻ, മണ്ണിനെ ഒരു നല്ല ഹെൽത്തി സോയിലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എന്താണ് സ്റ്റേജ് നമ്പർ 1 പ്ലസ് അതിന്റെ കൂടെ നമുക്ക് സോയിൽ എന്താ പറയാ അതെ ഹരിതകൃഷിയുടെ സോയിൽ ഹെൽത്ത് കൂടെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് 2, 3, 4 സ്റ്റേജുകൾ നമ്മളെ വിളവനുസരിച്ചാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ആപ്ലിക്കേഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വിളവുകൾക്കാണെങ്കിൽ ഒരു 15 to 20 days ഗ്യാപ്പും, കുറച്ചുകൂടെ പതുക്കെ വിളവ് കിട്ടുന്നതിനാണെങ്കിൽ അതനുസരിച്ച് ആ ഗ്യാപ്പ് വ്യത്യാസവും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അവിടെ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുന്നു, പിന്നെ നമ്മൾ 4 സ്റ്റേജ്. ഈ 4 സ്റ്റേജിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന്, രണ്ടാമത്തെ സ്റ്റേജ് കൊണ്ട് ആ പ്ലാന്റിന്റെ ഗ്രോത്തിന് അത് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ എന്താ പറയാ ഫ്ലവറിങ്, അതായത് ഉണ്ടാകുന്ന പൂക്കളെല്ലാം പെൺപൂക്കളാക്കി എടുക്കാനും ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ മാക്സിമം അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ പ്രൊഡക്ഷൻ കിട്ടാനും ഇത് കാരണമാകും. നാലാമത്തെ സ്റ്റേജിനെ പറയുന്നത് മെച്യൂരിറ്റി. അതായത് എന്താ പറയാ ഇത് നമുക്ക് എന്താ പറയാ ആ പ്ലാന്റിന്റെ കിട്ടുന്ന ഈൽഡ് നമുക്ക് നല്ല ഗുണമുള്ള ഈൽഡാക്കി, അതായത് എന്താ പറയാ നമുക്ക് കിട്ടുന്ന ഫലം, അതായത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വാഴക്കൊലയോ തക്കാളിയോ അല്ലെങ്കിൽ ഇതിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഫലങ്ങൾ കുറച്ച് വലുതും പിന്നീട് നമുക്ക് ചെറുതുമായിട്ട് കിട്ടുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഹരിതസഞ്ജീവനി ഈ പറഞ്ഞ 1, 2, 3, 4 സ്റ്റേജുകളാണെങ്കിൽ നാലാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വിളവ് കുറച്ചുകൂടെ അധികം കിട്ടാനും, രണ്ടാമത്തത് ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം ഒരേ സൈസിലുള്ള വിളവ് കിട്ടാനും ഇത് നമുക്ക് കാരണമാണ്. ओके सर। स्टेज नंबर 1 और सॉइल हेल्थ दोनों मिक्स करके कैश क्रॉप वाला किसान देगा, और इसका कॉन्सेंट्रेशन 1 एकड़ के लिए 250 ग्राम। ऑलरेडी ये 100 kg है, लेकिन कैरी करने के लिए आसान होगा, इसीलिए कॉन्सेंट्रेशन है। और सेकंड, ये जमीन में कब देना है? बहुत सिंपल, बहुत इजी। पूरे हिंदुस्तान में जब सीड्स डाला जाता है या रोपा लगाया जाता है उस समय दे सकते हैं। सेकंड, सीड्स या रोपा लगने के 30 दिन के अंदर कभी भी दे सकते हैं। कॉमन सेंस की बात याद रखना, अगर 1 मंथ का फसल है, जैसे पिनच है, मेथी है, 1 मंथ में निकल जाती है तो आपको पहले 1-2 दिन में देना पड़ेगा। लेकिन 3 मंथ, 6 मंथ, 1 ईयर का जितना भी फसल है उसको 30 दिन के अंदर दे सकते हैं। यानी कि कब देना है? सीड्स ड्रॉप सीड्स टाइम और रोपा लगता है उस टाइम या उसके 30 दिन तक। थर्ड, कैसे देना है एप्लीकेशन? बहुत सिंपल, 3 वे। खाद के साथ देना है, सेकंड सॉइल के साथ देना है, मिट्टी के साथ देना है, और थर्ड ड्रिप इरिगेशन इसके साथ देना है। तो ये रिकमेंड जोर से नहीं करना है, सामने वाले के पास जो स्थिति है वो डिसीजन लेगा। तो इसीलिए 3 वे से दे सकता है। फर्टिलाइजर चाहे वो ऑर्गेनिक हो, चाहे वो रासायनिक हो, लिक्विड हो, एनी फर्टिलाइजर नो प्रॉब्लम। और ड्राई सॉइल 50 kg, 100 kg नो प्रॉब्लम। 100 kg सॉइल लैंड में गिरने वाली, 50 kg लैंड में गिरने वाली। हमारा उद्देश्य सिर्फ 250 ग्राम 1 एकड़ में फैलना। इतना सिंपल वे है, इस तरीके से एप्लीकेशन करना है। और ये एप्लीकेशन के बाद जब पानी लग जाएगा बारिश का या अपना, फिर इसका एक्शन स्टार्ट होगा। तो मैं एक्शन आगे बताता हूं। ഓക്കെ, ഇത് നമ്മളെ ഒന്നാമത്തെ സ്റ്റേജ് കൊടുക്കേണ്ട രീതി എത്ര കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞേക്കണം. 1 ഏക്കറിനാണെങ്കിൽ 250 ഗ്രാമും 1/2 ഏക്കറിനാണെങ്കിൽ 125 ഗ്രാമുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം നമുക്ക് സോയിൽ ഹെൽത്ത് കൂടി കൊടുക്കുന്നത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എങ്ങനെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കൃഷി പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാന്റേഷൻ, ഒരു ചെറിയ കൃഷി, ചീരയോ വെണ്ട, വഴുതന ഇങ്ങനെയുള്ള, അതിൽ തുടക്കത്തിൽ നമുക്ക് ഒരു വലിയ കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ 8 മാസം കൊണ്ട് ഇവിടെ ഉദാഹരണത്തിന് വാഴ അങ്ങനെയുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൃഷി അല്ലെങ്കിൽ ഈ പറഞ്ഞ തൈ നട്ട് വിത്തിൻ
30 days 30 ദിവസത്തിനകം തൈ നടുന്നതിന്റെ അന്നോ പിറ്റന്നോ 30 ദിവസത്തിനകം വരെ നമുക്ക് കൊടുക്കാം. എന്നാൽ ചില വിളവുകളിലേക്ക് ചീര ഇങ്ങനെയുള്ളതൊക്കെ 30 ദിവസത്തിനകം തന്നെ നമ്മൾ പറിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് 30 ദിവസം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ എന്താ പറയുക, എന്താണോ വിളവ് നടന്ന അന്നോ പിറ്റന്നോ ഇത് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു 2 to 3 ഡേയ്സിനകം നമ്മൾ അത് കൊടുക്കണം. കാരണം അത് അത്രയ്ക്ക് ഷോർട്ട് ടൈം ആണ് നമ്മളെ വിളവെങ്കിൽ. ഇനി ഓക്കെ, പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് എപ്പോഴാണ് ഫലത്തിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരുപക്ഷെ എന്താ പറയാ, നിങ്ങൾ ഉപയോഗിക്കുന്ന ചാണകം, നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും രാസവളങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പൊടി, മണ്ണ് അല്ലെങ്കിൽ മണല് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് 250 കേവലം 250 ഗ്രാം മതി 1 ഏക്കറിൽ നമ്മൾ എന്താ പറയാ എല്ലായിടത്തും ഈക്വലി സ്പ്രെഡ് ആവാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കണം. വെള്ളം, അതായത് മഴ പെയ്തോ അല്ലാതെയോ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമേ ഇത് മണ്ണിലേക്ക് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അതിന്റെ കാര്യം അടുത്ത പറയാൻ പോവാണ്. ഓക്കെ സർ. सिंपल वीडियो से आपके समझ आएगा. ओनली फर्टिलाइजर दैट यूरिया इन स्टेज 1 मिक्सिंग वाटर, सिंपल लाइट वाटर, स्टेज नंबर 1 या सॉइल एंड ड्रॉप एंड मिक्स. White area is brown color. Second, 250 gram stage number 1 या soil mix. और third, drip irrigation. Spraying और big pad is 20 liter water, 20 gram stage number 1 या soil and sides drop to water. Simple, no to बहुत easy. और ये सब होने के बाद ये रिजल्ट आफ्टर 20 days 30 days drop to water and result. बहुत सिंपल रिजल्ट. फर्स्ट, साइज, जो आपका पैडी का साइज है उसका साइज देखो पिक्चर में बड़ा है, रूट ज्यादा है. दूसरा, रूट कम है. ये आपको बैंगन दिख रहा है, उसका पेड़ का साइज ज्यादा है, दूसरा छोटा है. ये आश्चर्य नहीं है, ये कोई चमत्कार नहीं है, ये साइंटिफिक. वाई? इसका कारण है जब ये स्टेज नंबर 1 या सॉइल जमीन में गया, वो पानी को पकड़ के रखने की क्षमता बढ़ी. अनवांटेड जो 50 साल से जो खाद में प्लास्टिक था वो खत्म हो गया. इसके कारण जमीन फ्री हो गई और जड़ में जगह मिली. इसीलिए जो व्हाइट रूट है, जो खाना खाते हैं, उसका काउंट बढ़ गया. इसलिए उसने खाना खाया, इसलिए उसका डेवलपमेंट ग्रोथ अच्छा होगा. इजी और सिंपल. ये आपको आंखों से दिखेगा और आप पैर जमीन में रखोगे तो 2 इंच 3 इंच नीचे जाएगा. ये सबसे बड़ा कॉन्फिडेंस के साथ आप दिखा सकते हैं, बोल सकते हैं. और ये होने के कारण अगर आप लैब में 3-4 साल लगातार डालोगे तो प्राइवेट लैब हो या गवर्नमेंट लैब हो, ओसी और पीएच जमीन का, मिट्टी का चेक करोगे तो आपको ये बढ़ता हुआ दिखेगा. इसलिए आपको किसी की डरने की बात नहीं है, क्योंकि ये ट्रीटमेंट का पार्ट है. कभी कोई गलत काम नहीं करता. ये प्रूफ आपके सामने आ जाएंगे. ये आपको देखना है. ഓക്കെ, ഇത് സ്റ്റേജ് നമ്പർ 1 പ്രയോഗിക്കേണ്ട രീതിയാണ് കാണിച്ചു തന്നത്. സാർ വീഡിയോ പ്ലീസ്. സിമ്പിളാണ് കാര്യം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളത്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എന്താ പറയാ, ഇത് എന്താ പറയാ, മണ്ണിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, മണലിൽ മിക്സ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോയിൽ ഹെൽത്ത് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആ മിക്സ് ചെയ്തതിനു ശേഷം ഇത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ ഡ്രിപ്സ് ഇറിഗേഷൻ, അതായത് അവിടെ ആൾറെഡി ഡ്രിപ്സ് കൊടുക്കുന്നുണ്ട്. അല്ലാത്തടത്ത് നമുക്ക് സിമ്പിളായിട്ട് കൈകൊണ്ട് നമുക്ക് പ്രയോഗിക്കാം. വാരിയിട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ കാണുന്നു. ഇനി അതല്ല, അങ്ങനെ സൗകര്യമില്ല, നിങ്ങൾക്ക് 20 ഗ്രാം വേണമെങ്കിൽ 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റും. പെർ ഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കുക, ഇവിടെ 2 വഴുതന തൈയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഒരു കർഷകൻ എന്താ പറയാ, അദ്ദേഹത്തിന്റെ വിളവ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്.
ഒന്നാമത്തെ സ്റ്റേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെ മണ്ണ് ആൾറെഡി കട്ടി ആയതുകൊണ്ട് വേരിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ വേര് താഴോട്ട് പോകാത്തതിന്റെ ആ ചെടിയുടെ സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ നോക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതും ആ പിക്ചറിൽ കാണിച്ചത് നോക്കിക്കോളൂ. ആ ചെടിയിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നത്? കാരണം ചെടി ആഹാരം കഴിക്കുന്നത് അതിന്റെ വേരിലൂടെയാണ്, അല്ലെ? എയർ റൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ഈ വേരിലൂടെ ഇത് ചെടി എന്തൊരു ആഹാരം നമുക്ക് ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യണമെങ്കിൽ മണ്ണ് സോഫ്റ്റ് ആവണം. നമ്മുടെ സോയിൽ ഹെൽത്ത് ഗാർഡൻ കോഡിന്റെ ഹരിതസേനയുടെ ഒന്നാം സ്റ്റേജ് കൊടുക്കുക വഴി നമ്മുടെ മണ്ണ് സോഫ്റ്റ് ആവുകയും വേര് നന്നായിട്ട് സ്പ്രെഡായി പോകാൻ സാധിക്കുകയും അത് നമ്മുടെ ചെടിയിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ പച്ചപ്പ് കൂടിയതും ഇലയുടെ ആ ഒരു പച്ചപ്പ് കൊണ്ട് നമുക്ക് വ്യക്തമായി കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. റൈറ്റ് സർ. फिर सेकंड स्टेज नंबर 2 सिंपल, जब धान लग गया, पैडी लग गया, उसके 30 दिन के बाद आफ्टर 30 डे सेकंड स्प्रे हरीश संजीवनी पाउच नंबर 2, 1 लीटर वाटर, 1 ग्राम पाउडर। यह एक सिचुएशन आती है, अगर आप खेत में लेट पहुंचे, धान लग गया और आप 30 डेज 35 डेज के बाद पहुंचे, तो यह एक काम हो सकता है। लेट पहुंचे लेकिन हरित संजीवनी आप दे सकते। कैसे? वहां अपना रूल है, स्टेज नंबर 1 30 दिन के अंदर कभी भी दे सकते धान लगने के बाद। तो यहाँ 30 डेज 35 डेज हो गए, नो प्रॉब्लम। स्टेज नंबर 1 जमीन में डाल देना और सेकंड स्प्रे भी तुरंत कर देना। तो इतना डिले चलता है, दोनों काम बहुत सही वक्त पे करेंगे, कोई प्रॉब्लम आएगा नहीं। तो ये आफ्टर 30 डे का स्प्रे आया होता। अभी ये जो दूसरा स्प्रे है, 1 लीटर पानी में 1 ग्राम के हिसाब से छिड़काव करोगे, तो इसका जो रोल है सबसे महत्वपूर्ण, कि जो ऊपर से फोटोसिंथेसिस होता है, तो पौधा खाना बनाता है और जड़ को भेजता है, और जड़ वाला खाना जमीन में जो फार्मर देता है फूड, वो ऊपर लेके जाता है। तो ये आपको दिखाई देगा। अगर वो पत्ता तोड़ोगे, ग्रीन कम दिखता है, ज्यादा दिखता है, थिकनेस बड़ा है, और ऐसा करोगे तो खत्म एक जल्दी होगा। तो ये क्लोरोफिल बनता है। ये सबसे बड़ा रोल है हमारे 2 नंबर वाले ट्रीटमेंट का, और ये फिर आपका पौधा ग्रोथ ज्यादा करेगा। तो ये इसका मेन रोल है, और ये 30 दिन के बाद इसका छिड़काव करना है धान में। और जो भी फसल है सबकी, अभी के जो सीजन है जितनी भी फसल है सबको 30 दिन के बाद स्प्रे करना है। ഓക്കെ, ഇതിപ്പോ നമ്മുടെ സ്റ്റേജ് നമ്പർ 2 കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റേജ് നമ്പർ 2 കൊടുക്കേണ്ടത് നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് കൊടുത്ത് ഒരു 30 ഡേയ്സിന്റെ ഉള്ളിലാണ് സ്റ്റേജ് നമ്പർ കൊടുക്കേണ്ടത്. ബൈ ചാൻസ് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് തന്നെ നമ്മൾ കൊടുക്കുന്ന ലേറ്റ് ആവുകയാണെങ്കിൽ, ബൈ ചാൻസ് അഥവാ ഈ ചെടിയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും കുഴപ്പമില്ല, ഒന്നാമത്തെ സ്റ്റേജ് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമോ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ കൊടുക്കണം. കാരണം ഈ ചെടിക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. അവിടെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റേജിന്റെ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം പൗഡർ എന്ന നിലയ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം പൗഡർ ഇതിനെങ്ങനെ മിക്സ് ചെയ്ത് ചെടിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്? ഇത് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് അല്ലെ, ഇലയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ചെടി എന്ത് ചെയ്യും? ആഹാരം അതിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ കൂടി സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ ചെടിയിൽ കൊടുക്കുക വഴി ചെടിക്ക് ആവശ്യമായ പോഷക തത്വങ്ങൾ ലഭിക്കുകയും ഇത് ശരിയായ വിധം ഇത് ചെടി മണ്ണിൽ വലിച്ചെടുക്കുന്ന ആഹാരം ശരിയായ വിധം പ്രയോഗിച്ച് നമ്മളെ ചെടിയിലേക്ക് എത്തി ചെടി ശരിക്കും വളർന്ന്, അതായത് എന്താ പറയാ, അത് പുഷ്ടിയോടുകൂടി വളരുന്നത്. ശരിക്കും അദ്ദേഹം പറഞ്ഞത്, ഒരു ഇല നിങ്ങൾ പൊട്ടിച്ച്, അതായത് ഇത് കൊടുത്തതിന് ശേഷം ഒരു ഇല നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വന്ന മാറ്റം, അതിന്റെ വന്ന വ്യത്യാസം അഥവാ ആ പച്ചിപ്പ് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും എന്താണ് ഇതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടിയത്. फिर स्टेज नंबर 3 जो 2 नंबर दिया उसके 15 दिन के बाद, मतलब धान लगने से 45 डेज के बाद थर्ड नंबर 1 लीटर वाटर 1 ग्राम पाउडर, और इस समय धान में दूध बढ़ता है, दूसरी फसल में फूल लगता है। तो जो भी स्टेज है, तो यह आपको छिड़काव करना है 3 नंबर का। और
यहाँ सबसे मेन इसमें 2 नंबर और 3 नंबर में आपको मिलाप मिलाना है। स्प्रेमैक्स कंपलसरी मिलाना है, स्प्रेमैक्स 1 ml और मिलाप ½ ml, देन स्प्रे। तो यहाँ का सबसे मेन रोल क्या है? सबसे मेन चीज है CN रेशो, मतलब कार्बन और नाइट्रोजन प्रोडक्शन में भी ग्रोथ करेगा और रूट फसल की विजिटेटिव ग्रोथ भी करेगा। ये सबसे मेन रोल है और ये अदा करेगा स्टेज नंबर 3। ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജിന്റെ പ്രയോഗമാണ് കാണിച്ചേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജ് നമ്മളൊരു 15 ദിവസത്തിന് ശേഷം, 15ാം ദിവസം, അതായത് നമ്മൾ തുടങ്ങി 45 ദിവസം ആകുമ്പോഴാണ് മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ പ്രയോഗിക്കുന്നത്. പഴയതുപോലെ തന്നെ ഇതും നമ്മൾ സ്പ്രേയിങ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. 1 ഗ്രാം വെള്ളത്തില് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം പൗഡർ എന്ന നിലയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നു. ആ ചെടിയുടെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് എന്താ പറയുക, നല്ല ഫലം തരാനാണ് ഇത് നമ്മൾക്ക് സഹായിക്കുന്നത്. അതായത് നല്ല പൂക്കൾ ഇതിലുണ്ടാകാനും, ഉണ്ടാകുന്ന പൂക്കള് അതായത് പറയില്ലേ, നല്ല പൂക്കള് ശക്തിയായ, അതായത് ഫലം തരുന്ന പൂക്കളായി മാറാൻ സഹായിക്കും. അതായത് സിമ്പിൾ ഉദാഹരണം അല്ലെങ്കിൽ കാര്യം പറയുകയാണെങ്കിൽ, ഈ ചെടിയുടെ CN റേഷ്യോ എന്ന് പറയും, കാർബൺ ആൻഡ് നൈട്രജന്റെ റേഷ്യോ, അതിന്റെ അനുപാതം ശരിയായ വിധം സൂക്ഷിക്കാൻ ഇത് സഹായിക്കുക വഴി ചെടിയിൽ നിന്ന് നമുക്ക് നല്ല ഫലം കിട്ടാനുള്ള ഒരു സഹായമാണ്. റൈറ്റ് सर, ये ऑब्जर्वेशन है, बहुत केयरफुली सुनो। पौधा संतुलित अन्न नहीं लेता, इसीलिए इसका साइज चेंज होता। जो धान है नीचे बड़ा साइज है, ऊपर कम है। टमाटर नीचे बड़ा है, बीच में कम है और सिंपल, उसको अन्न संतुलित नहीं मिलता। और हमारा 2, 3, 4 जब ये स्प्रेइंग होता है तो उसको यूनिफॉर्म बनता है। इसका यही मेन रोल है, यानी कि पत्तों के पास अन्न बेचता है, फूल के पास, सभी फल के पास अन्न बेचता है, यानी कि पूरा ऊपर से नीचे तक, नीचे से ऊपर तक ये सर्वाइव करता है। लाइफ साइकिल इसका कंप्लीट होता है। इसीलिए आपको ये आंखों से दिखाई देगा पूरे एरिया में। हमारा जितना भी छिड़का हुआ है यूनिवर्सल, सबका साइज सेम आता है और इसके कारण रेट ज्यादा मिलता है, पैसा ज्यादा मिलता है और इसका फायदा होता है। फिर वजन ज्यादा मिलता है, शाइनिंग अच्छा मिलता है और टेस्ट अच्छा मिलता है, क्योंकि ये 4 नंबर का छिड़काव होने के बाद ये लास्ट में ये सब मैच्योरिटी इसमें आ जाता है। तो ये रिजल्ट आपको दिखाई देता है। ये होगा कंप्लीट ट्रीटमेंट का पार्ट। इसीलिए रिजल्ट आता है तो क्यों आता है ये मालूम होना चाहिए, और नहीं आता है तो क्यों नहीं आता है। सिर्फ अगर जमीन में न्यूट्रिएंट की डिफिशियंसी है तो रिजल्ट कम आता है। वातावरण में अगर टेम्परेचर खराब है, रिजल्ट कम आता है। बाद में पानी में ज्यादा पीएच है तो अल्कलाइन वाटर ज्यादा है तो रिजल्ट कम आता है। तो ये सब रिजल्ट के कारण है। हमारे एप्लीकेशन गलत हो गई, रिजल्ट डाउन हो जाता है। बीमारी और कीटक आए, उसके ऊपर हमने ख्याल नहीं दिया, रिजल्ट डाउन होता है। तो हमारे 10 के 10 प्रोडक्ट में ऐसी कोई भी चीज नहीं है कि भाई वो किसी का रिजल्ट डाउन करेगा। ये नंबर ऑफ पार्ट ट्रीटमेंट है, इसका फायदा ही होता है, ये इसका मेन रोल है। सर, इसमें भी मिलाप और स्प्रेमैक्स इस्तेमाल करना है? ये कंपल्सरी। ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇത് സ്റ്റേജ് നമ്പർ 4. ഓക്കെ, പിച്ചിലെ സ്റ്റേജ്. ഇത് നോക്കുക, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് തക്കാളി കാണിച്ചിരിക്കുന്നു, ഒരു ചോളം കാണിച്ചിട്ടുണ്ട്, ദാല് കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ്, നെല്ല് കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് സംഭവിച്ചത് വെച്ചാൽ, അതായത് ലാസ്റ്റ് പയർമണിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ ആകുമ്പോൾ തീരെ ചെറിയ തക്കാളി കിട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് കണ്ടു ബോധ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് സർ, എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ സ്റ്റേജ് നമ്പർ 4 ആണ് ഇതിനെ ഇങ്ങനെ, അതായത് ഈൽഡ് ട്രീറ്റ്മെന്റ് എന്ന മെച്ചൂർ ട്രീറ്റ്മെന്റ് ഇതോടെ നമുക്ക് പറയാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കുറച്ച് അധിക നാള് വിളവ് കിട്ടുന്നു എന്നാണ് ഇത് ഉപയോഗിച്ച ആൾക്കാർ. ഒരു കർഷകൻ എന്നോട് അനുഭവം പറഞ്ഞത്, സാധാരണഗതിയിൽ എന്താ പറയുക, ഈ ഒരു കർഷകൻ പയറാണ് നടുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ പയർ മാറ്റിയിട്ട് പുതിയൊരു ക്രോപ്പ് അവിടെ ആൾ പ്ലാൻ ചെയ്യും. ഇവിടെ എന്ത് സംഭവിച്ചത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റേണ്ട സമയമായിട്ട് പോലും വീണ്ടും ഇത് പയർ തന്നുകൊണ്ടേയും. അപ്പൊ ആള് പറഞ്ഞു, ഹരിത സെഞ്ചുറി ഉപയോഗിച്ചു ഇങ്ങനെ ഒരു വലിയ റിസൾട്ട് കൂടി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. ഓക്കെ, ഇവിടെ
ഈ കാര്യങ്ങൾ, അതായത് സ്റ്റേജ് നമ്പർ 2, 3 ഒക്കെ കൊടുക്കുന്ന സമയത്ത് പ്രേമാക്സും മിലാപ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതൊരു കഴിയുന്നത് ഒരു കമ്പൾസറി പോലെ നമ്മളാക്കി ഇത് ഉപയോഗിക്കുന്നത് നമ്മളെ ചെടിക്ക് കിട്ടുന്ന ഫലം, അല്ലെങ്കിൽ നമുക്ക് ഫലത്തിൽ വരാൻ പോണ ഉപയോഗം നന്നായിട്ട് കൂടും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് കൊടുത്ത് 30 ദിവസം, രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ മൂന്നാമത്തെ കൊടുക്കേണ്ടത് ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ, നാലാമത്തെ 15 ദിവസത്തെ ഗ്യാപ്പിലാണ് സാധാരണ ചെടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഈ തക്കാളി മരം നിങ്ങൾ കണ്ടാൽ ഏകദേശം ഒരേപോലത്തെ ഫലം ലാസ്റ്റ് വരെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ആ ഫലത്തിലുള്ള അതിന്റെ ആ തക്കാളിയുടെ തിളക്കം നിങ്ങൾ നോക്കൂ. അപ്പൊ ഇതിന്റെ വെയിറ്റ് കൂടുതൽ, അതായത് വാഴക്കൊലയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? സാധാരണ ഇതിൽ നമ്മൾ വെയിറ്റിനാണ് ഇത് കൊടുക്കുന്നത്. ഏത്തക്കൊല കൃഷി ചെയ്ത കർഷകർ പറഞ്ഞൊരു അനുഭവം എന്ന് പറയുന്നത്, സാധാരണ ഇതിൽ 15-17 കിലോ ഉണ്ടായിരുന്ന വാഴക്കൊല ഇത് ഹരിത സഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ ഒരു 21 മുതൽ 25 കിലോ വരെ തൂക്കമുള്ള കൊല നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. കാരണം തൂക്കത്തിലുണ്ടാകുന്ന ഗുണം എന്താണ്? തൂക്കത്തിനാണ് കടയിൽ കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ വില കിട്ടുന്നത്, അല്ലെ? അത് കർഷകനെ സംബന്ധിച്ച് വളരെ ലാഭകരമായ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഈ ഹരിതസഞ്ജീവനി 1, 2, 3, 4 സ്റ്റേജുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ब्रीफ में सुनो कंप्लीट। धान का जो ट्रीटमेंट है, जब नर्सरी में गार्डन गोल्ड लगेगा, फिर मेन खेत में धान लगेगा, वहां आपको स्टेज नंबर 1 और सॉइल हेल्थ मिक्स करके देना है आफ्टर 30 दिनों तक। फिर आपको 2 नंबर का स्प्रे करना है, फिर उसके 15 दिन के बाद 3 नंबर का करना है, उसके 15 दिन के बाद वापस 4 नंबर का करना है। मतलब 55 डे, हाईएस्ट 60 डेज में धान का ट्रीटमेंट कंप्लीट होना चाहिए। यानी कि इस रब्बी फसल में जितनी भी फसल है, सबका ट्रीटमेंट 55 डे से 60 डे तक कंप्लीट होना चाहिए। ये इसका मेन पर्पज है। ये टाइमिंग और डोज सही होनी चाहिए। ये क्लियर टॉपिक है। फिर आगे जो है, अगर शुगर है तो ये सेम है। एप्लीकेशन बहुत सिंपल है। 1 ईयर का क्रॉप है। ये स्टेज नंबर और 5 लैंड के लिए, 2, 3, 4 ट्रीटमेंट के लिए सेम ट्रीटमेंट है। तो ये जिसका है वो कर सकता है। लेकिन सबसे महत्वपूर्ण हरित संजीवनी सॉइल हेल्थ स्पेशल जो है, अभी का जो 10 अगस्त तक हरित संजीवनी और सॉइल हेल्थ स्पेशली क्रॉप न्यूट्रिएंट इफिशियंसी इनहांसर, ये इसका मेन रोल है। और सबसे महत्वपूर्ण, जो भी खाद किसान देता है, इसका मेन रोल है बैक्टीरिया को बनाना, जीवाणु को बनाना, फिर उनका भोजन बनता है तो बैक्टीरिया बढ़ता है, बैक्टीरिया बढ़ता है तो फूड बढ़ता है। ये साइकिल बहुत बहुत जबरदस्त चलता है। इसके कारण हमारा जो लैंड है बहुत सॉफ्ट होता है। तो ये इसका मेन रोल है। तो इसीलिए इसको आपको 10 अगस्त तक हरित संजीवनी, सॉइल हेल्थ और गार्डन गोल्ड, इसकी जरूरत है आपको फार्मिंग के लिए, खेती के लिए। इसको आपको याद रखना है। ये 10 तारीख तक का ये टॉपिक बहुत क्लियर है। ഓക്കെ, ഇവിടെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഹരിതസഞ്ജീവനി സ്റ്റേജ് നമ്പർ 1, 2, 3, 4 കാര്യങ്ങള് നമ്മൾ എത്ര ദിവസം കൊണ്ട് അപ്ലൈ ചെയ്ത് തീരുമെന്ന് അദ്ദേഹം പറഞ്ഞത്, ഒന്നാമത്തെ സ്റ്റേജ് കൊടുത്ത് ഒരു 30 ഡേയ്സിന് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് കൊടുക്കുന്നു. അപ്പൊ 1 മാസം ഗ്യാപ്പ് കഴിഞ്ഞു, പിന്നെ ഒരു 15 ദിവസം, ഒരു 15 ദിവസം, ആൾമോസ്റ്റ് 2 മന്ത്സ് കൊണ്ട് നമ്മുടെ ഇതിന്റെ വളപ്രയോഗം കഴിയും. അത് ആവറേജ് നമ്മൾ കൃഷി ചെയ്യുന്ന ഏകദേശം എല്ലാ കൃഷിക്കും ഈ ഒരു കോമൺ തത്വമാണ് നമ്മൾ എന്താ പറയുക ഉപയോഗിച്ച് വരുന്നത്. പിന്നീട് നമുക്ക് എന്താ പറയാ ഷുഗറിന്റെ കാര്യം പറഞ്ഞു. ഏകദേശം ഇതേ ആപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അടുത്ത മാസം കൂടി, അതായത് ഇതിപ്പോ ജൂൺ ആണ്, ജൂലൈ ഓഗസ്റ്റ് 10 വരെ നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിത സഞ്ജീവനിയും ഹരിത സഞ്ജീവനിയുടെ 4 സ്റ്റേജുകളും പ്ലസ് മണ്ണിന് പ്രത്യേകിച്ച് സോയിൽ ഹെൽത്തും, അതോടൊപ്പം തന്നെ നമുക്ക് ഗാർഡൻ ഗോൾഡും ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ മണ്ണിന് വലിയൊരു മാറ്റം, അല്ലെങ്കിൽ നല്ലൊരു ഫലപുഷ്ടിയുള്ള മണ്ണിനെ നിർമ്മിച്ചുകൊണ്ട് വരാൻ നമുക്ക് സഹായമാകും. കാരണം മണ്ണിന് വേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും, മണ്ണിൽ വേണ്ടത് എന്താണ്? നല്ല ബാക്ടീരിയ, അല്ലെ? നല്ല ബാക്ടീരിയ നമ്മളെ മണ്ണിൽ
മണ്ണിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറയാ നമുക്ക് നല്ല ജീവാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിലൂടെ നമുക്ക് എന്താ പറയാ നല്ല ഉൽപാദനം നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ ആവശ്യമുള്ള ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പറഞ്ഞ മണ്ണിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്തെടുത്താൽ പോലും നമുക്ക് ഗുണകരമായ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ പോകുന്നുള്ളതാണ് ശരിക്കുള്ള വാസ്തവം. എന്നുവെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മണ്ണിലെ പോഷക തത്വങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ കൃഷി ചെയ്ത് കഴിക്കുന്ന ഉൽപ്പന്നത്തിൽ പോലും ഇതിന്റെ പ്രശ്നം ഉണ്ടാകും. ഓക്കെ സർ. बहुत सिंपल, अभी ध्यान से सुनो। फ्रूट स्पेशल ये ऐसा प्रोडक्ट है, ओनली हाफ मिनट। फ्रूट स्पेशल, जैसे आप कहीं लेट पहुंचे, धान में 40 डेज के बाद पहुंचे, 50 डेज के बाद पहुंचे, नो प्रॉब्लम, नो इश्यू। फ्रूट स्पेशल ये फसल की किसी भी अवस्था में दे सकते हैं, मतलब पत्ते वाली अवस्था, फूल वाली अवस्था, फल वाली अवस्था, यानी कि पौधा बैंगन टमाटर खराब हो गए, उखाड़ के फेंक देने वाला है, उस अवस्था में भी छिड़काव किया तो ये उसको जिंदा करता है। फ्रूट स्पेशल मतलब जैसे आपको बनाना, सेब, एप्पल ये नाम दिखते हैं, इसके लिए तो है, लेकिन ये जो हरित संजीवनी 250 फसल पे चलता है, तो ये मिनिमम 500-600 फसल पे चलता है। ये यूनिक है और स्पेशल है, ये सबके लिए काम करता है। लेकिन ध्यान से सुनो केयरफुली, जिस समय इसका छिड़काव किया उसके आगे रिजल्ट देता है, इसीलिए बहुत पावरफुल चीज है और बहुत जबरदस्त चीज है। कभी भी इसको इस्तेमाल कर सकते हैं, इसका कोई समय नहीं है, हमेशा इसको दे सकते हैं। हरित संजीवनी नहीं पहुंचा तो भी इसको दे सकते हैं, इस हिसाब से इसको समझना है। तो ये आपको पूरे 12 महीने भी चलेगा। ഓക്കെ, ഇനി ഫ്രൂട്ട് സ്പെഷ്യലിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഫ്രൂട്ട് സ്പെഷ്യലിന്റെ പ്രത്യേകത, നിങ്ങൾ അഥവാ ഹരിതജീവനി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു ചെടിക്ക് വേണമെങ്കിലും ഫ്രൂട്ട് സ്പെഷ്യൽ മാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് എന്താ പറയാ, നമ്മുടെ വീട്ടിലുള്ളൊരു മുളക് അല്ലെങ്കിൽ വഴുതണ അല്ലെങ്കിൽ തക്കാളി ഇതിങ്ങനെ കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഫലം തന്നിനി അങ്ങോട്ട് നശിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു ഈ ഹരിതജീവിയുടെ ഫ്രൂട്ട് സ്പെഷ്യൽ ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും ആ ചെടിയിലെ വ്യത്യാസം എന്താണെന്ന്. കാരണം ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ചെടി വീണ്ടും എന്താ പറയാ ഒന്നുകൂടി ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുന്നത് നമുക്ക് കണ്ട് ബോധ്യപ്പെടാൻ പറ്റും. അപ്പൊ അടിപൊളി സാധനമാണ്. ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഇതിന് പറഞ്ഞ ഗാർഡൻ കോഡ് ആയാലും മറ്റ് എന്താ പറയാ ഹരിതസേനയുടെ 4 സ്റ്റേജുള്ള ഇതും നമ്മുടെ സോയിൽ ഹെൽത്തും ഒക്കെ 250ഓളം വിളവുകളിലാണ് നമ്മൾ പ്രയോഗിച്ചതെങ്കിൽ ഇത് 500ഓളം വിളവുകളിൽ അല്ലെങ്കിൽ ചെടികളിൽ പ്രയോഗിച്ച് ഗുണമേന്മ കണ്ടെത്തിയ ഒരു ഉൽപ്പന്നമാണ് ഫ്രൂട്ട് സ്പെഷ്യൽ. ഓക്കെ, അത് എന്താ പറയാ നമ്മളെ ഏകദേശം എല്ലാ വിളവുകളിലും ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മുടെ ഫ്രൂട്ട് സ്പെഷ്യലിനെ കണക്കാക്കുന്നത്. എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങള് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങള്, നമ്മളെ വെജിറ്റബിൾസ് എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈവൻ തെങ്ങിന് പോലും ഫ്രൂട്ട് സ്പെഷ്യൽ കൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരും. ഓക്കെ, റൈറ്റ് സർ. लैंड पे काम किया, देखो ट्रीटमेंट जरूरत लैंड को थी, लैंड को काम किया, फिर ग्रोथ को काम किया, लेकिन ग्रोथ के बाद जब पत्ता 5-6 इंच का पौधा हो जाता है तो जो वाटर है, तो ये जो आरसीएम मिलाप है, एडवांस वाटर कंडीशनर एंड पीएच करेक्टर, बहुत सिंपल 1 मिनट में मैं बताता हूं क्या है। ये जो डायग्राम है वाटर सोर्स डिपार्टमेंट का है, सिंपल तमिलनाडु, गुजरात, यूपी, छत्तीसगढ़, वेस्ट बंगाल रेड जोन, और ब्लू येलो में कर्नाटका, पंजाब, ऑल जितने भी येलो है, इस एरिया का वाटर जो है इसका केरला भी येलो है, इसका पीएच है मिनिमम 7.5 से 8.5। इसका रीजन मैं बताता हूं क्यों, क्योंकि पीने के लिए अल्कलाइन वाटर चाहिए, लेकिन स्प्रेइंग के लिए 4 से 6 पीएच वाला वाटर चाहिए। साइड में देखो 1 2 3 4 इंस्टेंट। अगर आपकी केरला का वाटर आप चेक करो, ट्यूबवेल का, नहर का, जो भी है, उसमें लिटमस पेपर डालो, अगर
आपका 7 आ गया या 8 आ गया, ग्रीन आ गया, तो समझ लेना आपने, अगर कोई स्प्रेइंग कर रहे, रैपिड हो या मार्केट की दवा हो, अगर वो 100 कीटक मारने की क्षमता रखता है वो दवा, तो पीएच के कारण वो ओनली 30 कीटक को मारेगा। तो ये वो बॉटल में रैपिड में ताकत है, लेकिन पीएच के कारण उसका असर कम हुआ, और तुरंत आपने अगर मिलाप डाल दिया तो आपका पीएच 4 से 6 आएगा। तो वही रैपिड या मार्केट की दवा जो पहले 30 कीटक मारता था वो 80-90 कीटक मारेगा, मतलब दवा का असर जो है ओरिजिनल दिखेगा, पीएच के कारण असर कम होता है। ये मिलाप का मेन रोल है, ये इसका मेन ट्रीटमेंट है, इसीलिए इसको डायरेक्ट सेकंड में प्रूव कर सकते, चेक कर सकते, इतना आसान और इजी, ये कंपलसरी आपको देना है। सिर्फ इसका गाइडलाइन ये है, ये बाकी दवा डालने से पहले वाटर में ये डालना है, 1 लीटर में 1/2 ml इसका डोज है। ഓക്കെ, ഇവിടെ നമ്മള് എന്താ പറയാ, മണ്ണില് മെലാപ്പ് അടിക്കേണ്ടത്, അതായത് നമ്മുടെ ഇതുവരെ ചെടിയുടെ ആരോഗ്യത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നതെങ്കിൽ നമ്മള് ചെടിക്ക് എന്താ പറയാ വളം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണില് സോറി അതിനുപയോഗിക്കുന്ന വെള്ളത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കണമെന്ന് പറയുന്നു. ഇത് ഇന്ത്യയുടെ മൊത്തം pH കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം തമിഴ്നാട് എബോ 8.5 ആണ്, വെരി ഹാർഡ് വാട്ടർ. ഗുജറാത്ത്. എന്നാൽ മറ്റുള്ള പ്രദേശങ്ങൾ, നമ്മൾ മഞ്ഞ റീജിയൻ നിങ്ങൾ നോക്കി, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയുള്ള ഇതെല്ലാം എന്താ പറയാ മഞ്ഞ സെക്ടറിൽ, അതായത് അവിടെ മോഡറേറ്റ്ലി 7.5 pH ആയിരിക്കും. ഇനി ചെടിക്ക് എത്രയാണ് അനുയോജ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ 4നും 6നും ഇടയിലുള്ള pH, ഇപ്പൊ 5 അഥവാ 4ന് മുകളിലോ 6ന് താഴെയുള്ള pH ആണ് കിട്ടുന്നതെങ്കിൽ അതാണ് നമ്മുടെ ചെടിക്ക് വളരെ അനുയോജ്യമായതും ഈ പറഞ്ഞ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. ഇനി നമ്മളെ മെലാപ്പ് ഉപയോഗിക്കുക വഴി, മെലാപ്പ് ഒരൽപ്പം ഉപയോഗിക്കുക വഴി, അതായത് ഏകദേശം 1/2 ml മുതൽ 2 ml വരെയാണ് അത് ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുക വഴി നമ്മളെ സംബന്ധിച്ച് നമ്മളെ മണ്ണിന്റെ pH വാല്യൂ, അതായത് നിങ്ങൾ ഈ ചെടിക്ക് കൊടുക്കുന്ന വളമോ അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന റാപ്പിഡ് പോലുള്ള എന്താ പറയാ പെസ്റ്റ് റിപ്പലൻസിന്, ഇതിനുള്ള സാധനങ്ങൾക്ക് അതിന്റെ pH ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞ് 4 അല്ലെങ്കിൽ ഈ പറഞ്ഞ 5ഓ 6ഓ അത് താഴെ കൊണ്ടുവരാനായിട്ടും അത് വളരെ എഫക്റ്റീവായിട്ട് ഈ ചെടിക്ക് ഉപയോഗപ്പെടാനും ഇത് സഹായിക്കും. ഓക്കെ സർ. सेकेंड स्प्रे मैक्स कंपल्सरी। हमारी इधर एक कहावत है, पीठ पे पंप चढ़ा, मिलाप और स्प्रे मैक्स कंपल्सरी डालना चाहिए। ये महाराष्ट्र में कहावत बनी गुजरात के कारण। पीठ पे जो 15 लीटर का टैंक है वो चढ़ा, स्प्रे मैक्स और मिलाप डालना, क्योंकि स्प्रे मैक्स 5 काम करता है। एक पहला जो बूंद है उसको स्प्रेडर करता है वाटर को। सेकंड, जो बारिश अभी है रेन सीजन, तो 2000 का अगर दवा लिया, बारिश आया, रिजल्ट भी गया, दवा भी गया, पैसा भी गया, तो ये उसको स्टिकिंग करता है। थर्ड रोल, पेनिट्रेट करता है, क्योंकि क्यूटिकल लेयर होता है, वो जो रेड दिख रहा है 10%, तो ये माइक्रोस्कोप के नीचे दिखता है, दवा को अंदर लेके जाता है और उसका असर रिजल्ट पे आता है। और ड्रिप कंट्रोल एजेंट, हवा में दवा उड़ जाती है, ये बूंद को बड़ा बनाता है, नीचे गिराता है पत्तों के ऊपर। और कॉम्प्लीमेंट्री एजेंट, ये सबके साथ चलता है। इतने बड़े रोल करने के कारण ये दोनों वाटर में डालना कंपलसरी है। ये 2 नंबर, 3 नंबर, 4 नंबर हर पाउच और मार्केट का जब भी कोई स्प्रे करोगे, इसीलिए इसकी कहावत बनी है, कंधे पे पंप चढ़ा, स्प्रे मैक्स और मिलाप डालना कंपलसरी है। ഓക്കെ, ഇനി പറയാൻ പോണത് സ്പ്രേമാക്സിന്റെ ഒരു അഡ്വാൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, അതായത് സാറ് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ ചൊല്ലുണ്ട്, എന്താണ്, കർഷകര് പമ്പ് മുകളിൽ വയ്ക്കണം. പമ്പ് എന്തിനാണ് അടിക്കുന്നത്? ഇതിന് സ്പ്രേ ചെയ്യാൻ അടിക്കുന്നത്. അപ്പൊ പമ്പ് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തോളിൽ കയറ്റുന്നത്, ആ സമയത്ത് സ്പ്രേമാക്സ് മസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് എന്താണ് അതിന്റെ കാരണം? എന്താണ്? സ്പ്രേമാക്സ് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്നാലോ പെട്ടെന്ന് വെയിലിന്റെ പ്രശ്നങ്ങളോ എന്ത് വന്നാലും ഈ ചെടിയിൽ നിങ്ങൾ കൊടുക്കുന്ന എന്താ പറയാ കീടനാശിനി ആയാലും വളമായാലും ഇത് വളരെ പെട്ടെന്ന് എഫക്റ്റീവ്ലി ഇത്
എന്താ പറയുക അബ്സോർവ് ചെയ്യാൻ സഹായിക്കും. ഒരു അബ്സോർബന്റ് അഥവാ നമ്മൾ പറയില്ലേ ഇതിന്റെ ക്യൂട്ടിക്കിൾ അല്ലെ, ഇത് ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ, ഇവിടെ ഇടയ്ക്കൊരു ഇത് ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് കുഞ്ഞു കുഞ്ഞ് ഇതുപോലുള്ള എന്താ പറയാ തുള്ളികളായിട്ട് മാറും അല്ലെ. ഈ തുള്ളികൾ എന്ത് ചെയ്യും, അത് ഉരുണ്ട് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ കൂടി സ്പ്രേമാക്സ് നമ്മളെ സഹായിക്കും. ഈ സ്പ്രേമാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ആ കുട്ടികളിൽ ആ ഒരു ലെയർ സോഫ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കാൻ, എന്നുവെച്ചാൽ കർഷകനെ സംബന്ധിച്ച് ഒരു നഷ്ടവും ഇല്ലാതെ ഒരല്പം പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന വളം ചെടിയിലേക്ക് പിടിച്ചെടുപ്പിക്കാൻ, അത് എന്താ പറയാ ഒരു സ്റ്റിക്ക് ചെയ്ത് അതിനകത്ത് തന്നെ നിൽക്കാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ സർ. ओके, हो गए सब? ओके सर, ओके ओके. सेकंड, आपको लैंड का ट्रीटमेंट हो गया, प्लांट की हेल्थ का ट्रीटमेंट हो गया, और इसके बीच में डिसीज और कीटक आते हैं, तो इनका प्रोटेक्शन जरूरी है. सिंपल फंगस, इसके लिए हमारे पास है डिफेंड 1 लीटर में 2 ग्राम और 1 एकड़ लैंड में 1 kg एप्लीकेशन है. और सेकंड, कीटक के लिए रैपिड है, जो चूसक कीटक है, जूस लेने वाले, तो रैपिड 1 लीटर में 2 ml, मतलब ये प्रोटेक्शन हो जाता है डिसीज और पेस्ट का. तो ये 2 प्रोडक्ट हमारे जरूरी है, क्योंकि ये अगस्त के बाद लगने वाले हैं. इसका रोल स्टार्ट होता है अगस्त के बाद, तो ये महत्वपूर्ण है. ओके, डिफेंड 1 kg फॉर 1 एकड़, राइट? हाँ, लैंड में देना है तो 1 एकड़ 1 kg, और स्प्रेइंग करना है तो 1 लीटर में 2 ग्राम. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കറിയാം നമ്മളെ ചെടിയിൽ ബാധിക്കുന്ന കീടങ്ങൾ, ഫംഗൽ അറ്റാക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, ഫംഗൽ അതുപോലുള്ള അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മണ്ണിലാണ് കൊടുക്കുന്നതെങ്കിൽ 1 ഏക്കറിൽ അതായത് 1 കിലോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് റാപ്പിഡ് ആണ്. നമ്മളെ ഇവിടെയുള്ള ട്രിപ്സ് കീടങ്ങൾ, എന്ത് മൈറ്റ്സ് ആയാലും ട്രിപ്സ് ആയാലും ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്യുവാണ് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml സ്പ്രേമാക്സ് നമ്മൾ ഒഴിച്ച് ചെടിയുടെ ഇലയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളെ ഇത് അകറ്റും. കീടങ്ങളെ കൊല്ലുന്നില്ല, കീടങ്ങളെ പെസ്റ്റിനെ റിപ്പല് ചെയ്ത് കളയാനായിട്ട് ഇത് സഹായിക്കുക വഴി നമ്മുടെ ചെടി വളരെ എന്താ പറയാ വളരെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമ്മളെ സഹായിക്കും. ओके सर. और पूरा केरल जिसके ऊपर प्यार करता है गार्डन गोल्ड और हेल्थ किट, लेकिन मैं आपको इसका एक नया आयाम देना चाहता हूं. जो आदमी खाना खाता है, लिसन केयरफुली, जो आदमी खाना खाता है, चाहे वो गांव का हो, शहर का हो, मेट्रो का हो, कोई भी हो, बहुत सिंपल. आप आपके खाने का, घर का जो सब्जी लाते हो मार्केट से, मिनिमम 3 मंथ्स का उसका अमाउंट निकालो कि भाई 3 महीने में मेरी कितनी रुपए की सब्जी होती है मार्केट की, और हमारा गार्डन का और हेल्थ किट का खर्चा निकालो. बहुत इजी वे है. आपको ये बहुत ज्यादा सेल केरला में होता है, टॉप नंबर का सेल है, और आप लोग इसके अवेयरनेस भी है. लेकिन मैं एक लाइन में कहना चाहता हूं, एप्लीकेशन बहुत सिंपल है. छोटा गमला है 50 ग्राम, बड़ा गमला है 100 ग्राम, सिर्फ मिट्टी में डाल के हिलाना है, देना है, हर 30 डेज के बाद देना है. और सेकंड, इसका एक फायदा जो मैंने कहा कि आपको फ्रेश वेजिटेबल खाने को मिलता है. सबसे मेन, आज हर आदमी चाहता है कि जैसे दादाजी है, आज चश्मा नहीं लगा है और उनको कोई बीमारी नहीं, तो ऐसे ही बोल देते बहुत पुराना खाया हुआ है. वो खाना आप खाओगे, क्योंकि मार्केट में स्प्रेइंग होता है, जहर वाला पेस्टिसाइड होता है, और हमारे घर के जो दिख रहा है तुरंत काटेगा, डालेगा, चटनी बनाएगा, सब्जी बनाएगा, इतना फ्रेश खाएगा, बैलेंस न्यूट्रिएंट जाएगा, टेस्ट अच्छा आएगा, और 90% आपकी जो छोटी मोटी बीमारी है, अगर ये 2-3 साल तक लगातार आप ऑर्गेनिक सब्जी खाओगे तो बीमारी कम होगी. अपने रूम में अगर 5-6 प्लांट लगाओगे,
रूम में ऑक्सीजन ज्यादा होगा तो आपको नींद प्यारी आएगी। ये रियल करके आपको देखना है। तो इसीलिए इस चीज को आप बहुत अच्छी तरह से रन कर रहे हो, आपको इसकी ज्यादा बताने की जरूरत नहीं। और इसका और सेल आप कर सकते हैं खर्चा निकाल के। दोनों का खर्चा कैसे, इसको भी ध्यान से देखो। ये एप्लीकेशन हो गया। और गार्डन गोल 3-1 हेल्थ किट सिंपल, इसमें 7 आइटम है, 3 बॉटल 50-50 ml, 1 मेजरिंग कप 4 आइटम, ट्रिगर 5 आइटम, पाइप 6 आइटम, इंफॉर्मेशन पेपर 7 आइटम, सिंपल बॉटल आपके घर में 1 लीटर पानी डालो। स्टेज नंबर 1 ये है रैपिड का काम करता है। स्टेज नंबर 2 ब्लू कलर ये डिफेंड का काम करता है। ग्रीन कलर स्टेज नंबर 3 ये हरी संजीवनी फ्रूट स्पेशल जैसा काम करता है। और 1 लीटर वाटर में 2.5 ml, सेकेंड नंबर 2.5 ml, थर्ड नंबर 2.5 ml, टोटल 7.5 ml, 1 लीटर वाटर। और मिनिमम 30 स्प्रे, 30 गमले, 30 गमले में स्प्रे होता है। और पूरा 150 ml में 600 पेड़ पौधे, मिनिमम 80 फीट की। तो इसका कॉस्ट और परचेस सब्जी का कॉस्ट, इसका और उसका कॉस्ट निकालने के बाद आपको मजा आएगा कि हम बहुत इजी वे में ये काम कर रहे हैं। और इसको हर हफ्ते 7 डेज, मिनिमम 7 डे, हाईली 10 डेज के बाद स्प्रेइंग करना है इसको। सिंपल मतलब 30 डेज गार्डन गोल और 7 डेज हेल्थ किट स्प्रेइंग करना है। और बहुत मजे से ये काम करेंगे, बहुत मजे से इसका फायदा लेंगे। और आज आपने जो पूरा सुना, जरूरत, सेल और सबसे महत्वपूर्ण कि आपकी निरंतरता, फिर ये आपको निरंतर चलता रहेगा। रिजल्ट आया क्यों आया और इसका मजा अलग है। फिर ट्रेनिंग में तो आप लोग आते हो, वहां भी हम ट्रेनिंग में आएंगे और सीजन के हिसाब से अपना बढ़िया काम करेंगे। आज इतना ही याद रखना है, अगस्त 2 मंथ आपको ओनली 3 प्रोडक्ट के ऊपर ध्यान देना है। फिर बाद में और प्रोडक्ट ऐड हो जाएंगे और ये निरंतरता चलता रहेगा। इसीलिए बिजनेस 12 लाख करोड़ का पूरे हिंदुस्तान में होता है। 12 लाख करोड़, 12 लाख करोड़, 12 लाख करोड़। और इसमें से हम छोटा सा भी करेंगे तो टेक्निकल अचीवर पिन लेना बहुत आसान हो जाएगा। ओनली 2 मंथ में भी आप टेक्निकल अचीवर कर सकते हैं। 10 एकड़, 50 एकड़, 100 एकड़, क्योंकि लोगों ने बहुत 200 एकड़ का मकसद लिया है, किसी ने 100 एकड़ का मकसद लिया है और बहुत जोर शोर से काम चालू है। और आपको इसका फायदा हो। जय हिंद, जय आरसीएम, जय हरित संजीवनी। ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഗാർഡനോട് മലയാളികളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിന്റെ ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് എന്താ പറയാ, ഗാർഡൻ കിറ്റും നമ്മുടെ ഗാർഡൻ ഗോൾഡും, ഗാർഡൻ മെയിൻ്റെനൻസ് കിറ്റും നമ്മുടെ ഗാർഡൻ ഗോൾഡും അത്രയ്ക്ക് പോപ്പുലർ ആണ് കേരളത്തിൽ. ഏകദേശം എല്ലാവർക്കും അറിയാം. എങ്കിലും 1-2 വാക്കുകൾ. അതായത് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും നമ്മൾ പച്ചക്കറി നമ്മളൊരു ഭാഗമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെയാണ് പച്ചക്കറി വാങ്ങാറ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഗാർഡൻ ഗോൾഡ് കൊണ്ട് നമുക്ക് നല്ല ട്രമൻഡസ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പറ്റുന്ന രീതിയിൽ നമ്മളിൽ വേറെ ഒന്നും വേണ്ട. ടെറസ് ഫ്രീ ആണെങ്കിൽ ടെറസ് പോലും നമുക്ക് ഉപകാരപ്പെടുത്തി അവിടെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒട്ടും ദോഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അതിന് എന്തിനും പരിശ്രമിക്കണം. ഈ ഗാർഡൻ ഗോൾഡ് എന്താ പറയാ, പച്ചക്കറികളിൽ മാത്രമല്ല എല്ലാ ചെടികളിൽ പോലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ചെറിയ ചെടിയാണെങ്കിൽ ഏകദേശം 50 ഗ്രാം, കുറച്ച് വലിയ പ്ലാന്റ് ആണെങ്കിൽ 100 ഗ്രാം പെർ പ്ലാന്റ് ആണ് വേണ്ടത്. ഏകദേശം 1 മാസം ഗ്യാപ്പിൽ നമ്മൾ ഇത് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ചെടി വളരെ എന്താ പറയാ പുഷ്ടിയോടുകൂടി നമുക്ക് ഈൽഡ്, അതായത് നല്ല രീതിയിൽ വിളവ് തരത്തക്ക രീതിയിൽ നമുക്ക് ഉപകാരം കിട്ടും. ഇനി അതിൽ ഉപയോഗിക്കേണ്ട ഒരു എന്താ പറയാ, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഗാർഡൻ മെയിൻ്റെനൻസ്, ഗാർഡൻ ഹെൽത്ത് കിറ്റ് എന്ന് നമ്മൾ പറയും. അതിൽ എന്തൊക്കെയാണ് ചേർന്നേക്കുന്നത്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഇത് എന്താ പറയാ, നമ്മളിലുള്ള എന്താ പറയാ റാപ്പിഡ്, അങ്ങനെയുള്ള ഡിപെൻഡ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രയോഗമാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1 ലിറ്റർ വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ എടുക്കുക. അതിന്റെ കൂടെ ആൾറെഡി നമുക്കൊരു ഓട്ടോമൈസർ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഒരു മെഷറിംഗ് കപ്പ് അതിന്റെ കൂടെ ഉണ്ട്.
ഒന്നാമത്തത് നമ്മൾ 2.5 ml എടുക്കുക, രണ്ടാമത്തെ വീണ്ടും 2.5 ml എടുക്കുക, മൂന്നാമത്തത് 2.5 ml. അപ്പൊ ഏകദേശം 7.5 ml ആണ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പ്രയോഗിക്കേണ്ടി വരുന്നത്. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചെടിയുടെ മുകളിൽ കൊണ്ടുപോയി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. മറ്റൊന്നും ചെയ്യേണ്ട കാര്യമല്ല. അതിൽ ഗാർഡൻ ബോർഡും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ 10 ദിവസത്തിനകമുള്ള സമയമാണ് നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്പ്രേ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അവരുടെ ഗാർഡനിൽ അല്ലെങ്കിൽ അവരുടെ വിളവിന് യാതൊരു പ്രശ്നങ്ങളും വരാതെ നമ്മുടെ ചെടി തോട്ടം സഹിതം വളരെ നന്നായിട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ സമയങ്ങളിൽ, അതായത് തുടക്കത്തിൽ പറഞ്ഞു 3 പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്, ഒന്ന് ഹരിതസഞ്ജീവനി, രണ്ടാമത്തെ സോയിൽ ഹെൽത്ത്, മൂന്നാമത്തെ ഗാർഡൻ ഫുഡ്. ഇത് മൂന്നും നമ്മൾ ശരിയായ വിധം പ്രയോഗിക്കുകയാണെങ്കിൽ ഈ സമയത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട ഈ പ്രൊഡക്റ്റ് ആണ്. അത് കഴിയുമ്പോൾ മറ്റു പ്രൊഡക്റ്റുകൾ വരും. വീണ്ടും നമുക്ക് കാണാം. ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോട് ഇത് കേൾക്കാൻ മനസ്സ് കാണുന്നതിന് അദ്ദേഹം നന്ദി പ്രകാശിക്കും.